I think the girls with their nails done now. Friends, അപ്പോൾ നമുക്ക് ഇന്നൊരു പാവയ്ക്ക തീയൽ അങ്ങോട്ട് ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ ഇപ്പോൾ ഒരു 1/2 കിലോ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയായി അരിഞ്ഞതാണ്. കുറച്ച് വിനാഗിരി ഇതിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കയ്പ്പൊക്കെ അങ്ങോട്ട് പൊക്കോളും. അതിനുള്ള ഇത് വെള്ളപ്പാവയ്ക്കാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കയ്പ്പ് എന്നാലും ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ. തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ടീസ്പൂൺ കണക്ക് നോക്കി ഒരു 8 ടീസ്പൂൺ ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ്. വാളൻ പുളിയുടെ വെള്ളം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി എടുത്തിട്ട് അത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ചുമന്നുള്ളി, പച്ചമുളക്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നിൽക്കാം. ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ട് നമ്മളിത് ഹോൾ മല്ലിയും മുളകൊക്കെ വെച്ചായിട്ട് ഉണ്ടാക്കുന്നത്. പൊടിയും വെച്ച് നമുക്ക് ചെയ്യാം, മല്ലിപ്പൊടിയും മുളക് പൊടിയും. പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാനൊരു 5-8 ചുമന്ന മുളക് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. ഒരു 5-10 ഉലുവയും കൂടി ഇതിനകത്തേക്ക് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ തേങ്ങയുടെ കൂടെ ഇടുമ്പോൾ ഇതങ്ങോട്ട് പെട്ടെന്ന് കുറേ ഇതായി മാറിപ്പോവും, ചുമന്ന് പോവും. അത്രയും വേണ്ട, നമുക്കിതൊന്ന് ചൂടായി കിട്ടിയാൽ മതിയല്ലോ. എന്നിട്ട് നമുക്കിത് തേങ്ങയുടെ കൂട്ടത്തിലിട്ട് അരച്ചെടുക്കണം. ഉലുവയും കൂടി ചേർക്കണ്ട കേട്ടോ. ഒരു 5-8 ചെറിയ മണി ഉലുവ മതി. ഈ മല്ലിയും മുളകും ഇതെല്ലാം ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിനി നമ്മളുടെ തേങ്ങ അങ്ങോട്ട് വറുത്തെടുക്കാം. അപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ അതങ്ങോട്ട് ഒരു ഇതായി മാറും. അപ്പോൾ നമുക്കത് അധികം അടിയിലൊന്നും പിടിക്കാതിരിക്കാനാണ് കേട്ടോ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇളക്കി ഒരു ബ്രൗൺ കളറിൽ ഇത് ഒന്നാക്കി എടുത്തിട്ടാണ് ചൂടാറുമ്പോൾ അടിച്ചിട്ടാണ് നമ്മളുടെ പാവയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ മൂത്ത് വന്നിട്ട് ഈ കളർ വന്നാൽ മതി. അതേപോലെ തന്നെ ഈ ടൈമിലാണ് നമ്മൾ ഹോൾ മല്ലി മുളകും എല്ലാം ഇടണമെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഈ സമയത്ത് ചേർക്കാം കേട്ടോ. ഇത് ഞാനിനി നമ്മൾ ആ വറുത്ത് വെച്ചിരുന്നത് ഇതിനകത്തേക്ക് ഒന്നും കൂടി ചേർക്കണ്ട്. ആദ്യം അതങ്ങനെ ചെയ്ത് ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിപ്പോൾ എന്നാലാണ് ആ കറക്റ്റ് ഇതിലങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ നമുക്ക് കേട്ടോ. ഒന്ന് ചൂടായാൽ മതി. ഇതിപ്പോൾ ഓൾറെഡി ചൂടായിട്ടാണ് ഇരിക്കണേ. അപ്പോൾ ഈ തേങ്ങയിൽ ഇതൊന്ന് മിക്സാവും മതി. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒട്ടും കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു പൊടിക്ക് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ചൂടാറാനൊന്ന് വയ്ക്കാം. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ റെഡിയാക്കണം കേട്ടോ. കടുക് ഇട്ടാ, ഒരു 3-4 ചുമന്നുള്ളി ഇട്ടാ, കൂട്ടത്തിൽ 2 ചെറിയ മുളകും കൂടി അരിഞ്ഞിട്ട്, നമ്മളുടെ ഇതൊന്ന് നമുക്ക് കടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു
ചെറിയ തേങ്ങാക്കൊത്തും കൂടി ഇടുന്നുണ്ട്. 2 ചെറിയ ഇതെടുത്തത് ചെറുതായി നുറുക്കിയ തേങ്ങാക്കൊത്ത്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി, ഇനി പിന്നെ മുളക് പൊടിയൊന്നും ചേർക്കണ്ടല്ലോ, നമ്മൾ ഓൾറെഡി മുളകും മല്ലിയൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ചേട്ടനായിട്ട് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയാണിത്, പാവയ്ക്ക തീയൽ. ആൾ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നിടത്തൊരു ഫുഡ് കഴിക്കാൻ ഒരു ആൻറ്റിയാണ് ഫുഡ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ആൻറ്റി ഈ തീയൽ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എപ്പോഴും ഇവിടെ വരുമ്പോഴായാലും പറയും ആ ആൻറ്റി ഉണ്ടാക്കണ പോലെ തീയലുണ്ട്. ആ ആൻറ്റി ഇങ്ങനെയാണ് ഈ തീയൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ റെസിപ്പിയാണിത്, ആ ആൻറ്റി പറഞ്ഞു കൊടുത്ത റെസിപ്പിയാണ്. ഇപ്പോൾ ആ ആൻറ്റി ജീവിച്ചിരിക്കണില്ല. അപ്പോൾ ആ ആൻറ്റീനെ ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ തീയൽ ഇവിടെ റെഡിയാക്കണം. പിന്നെ ചേട്ടനും ഏറ്റവും ഇഷ്ടപ്പെട്ടതായതുകൊണ്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കി കാണിക്കുന്നത്. എല്ലാം ഒരുവിധം ആയതിന് നമുക്ക് പാവയ്ക്ക യോജിപ്പിച്ച് കൊടുക്കാം. പാവയ്ക്ക ഒന്ന് വാടി വരണോട്ടെ നന്നായിട്ട്, എന്നാലേ ആ കറക്റ്റ് ഇതായിട്ട് നമുക്ക് യോജിച്ച് കിട്ടുള്ളൂ. ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ 2 ഇത് ഉപ്പ്. ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് മൊരിഞ്ഞ് വരട്ടെ, ഒന്ന് വാടി ഒരിതായി വന്നു. ആ വെളിച്ചെണ്ണയിലും ആ ബാക്കിയുള്ള ഇതിലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ സോക്ക് വെച്ച് ചെയ്തിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ഒഴിക്കുക ആദ്യം, അത് കഴിഞ്ഞ് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. പുളി അതിൻ്റെ പാകമൊക്കെ നോക്കുക. ആ റോ സ്മെല്ല് പോണവരെ നമ്മളൊന്ന് ഇളക്കി ചൂടാക്കി കൊടുക്കാം. പുളിവെള്ളത്തിനൊരു ചെറിയൊരു ഇതുണ്ടല്ലോ, അത് ഈ നമ്മളുടെ പാവയ്ക്കയിലേക്ക് ആ വെള്ളം അങ്ങോട്ട് പിടിക്കണം. അപ്പോഴാണ് ആ പാവയ്ക്കയുടെ കയ്പ്പും അതൊക്കെ മാറി നല്ല ടേസ്റ്റായി വരും. ഒന്നായിക്കോട്ടെ. പുളിവെള്ളമൊക്കെ നമ്മളുടെ പാവയ്ക്കയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാവയ്ക്കയുടെ കയ്പ്പൊക്കെ കുറയും. അതേപോലെ നമ്മൾ ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കിയ നാളെ എടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ പുളിയൊക്കെ ഈ കയ്പ്പും ഒക്കെ പോയി കറക്റ്റ് പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവണേ. ഇന്ന് എടുത്താൽ കുഴപ്പമില്ല, കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്കിനി അരപ്പ് യോജിപ്പിച്ച് കൊടുക്കാം. അരപ്പിൻ്റെയൊക്കെ സ്മെല്ല് വന്നപ്പോൾ പെട്ടെന്ന് മൂക്കിലേക്ക് കയറി. നമുക്കിതിലേക്ക് ഇത്തിരി ചാറ് വേണ്ടേ, അപ്പോൾ കുറച്ച് 1 ഗ്ലാസ്സോളം മതി ചൂടുവെള്ളം. പച്ചവെള്ളം ഒഴിക്കരുതിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ ഗ്ലാസ് ചൂടുവെള്ളം. പച്ചവെള്ളം ഒഴിച്ചാൽ പിന്നെ അത് തിളച്ച് വരാൻ സമയം എടുക്കും. അപ്പോൾ തന്നെ കറി അങ്ങോട്ട് ഒരു മരച്ച പോലെ ആയിപ്പോൾ. നമുക്ക് എത്ര ചാറ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഒരു ലേശം ശർക്കരയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി വരുമ്പോൾ ആ എരിവും ആ പുള്ളിയും കയ്പ്പും ഒക്കെ ഒരു കോമ്പൻസേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഒരു പൊടിക്ക് കായത്തിൻ്റെ പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി
ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു ഇതെന്തേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പാവയ്ക്ക തീയൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.